ഹലോ ഗായ്സ്, സാക്കാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയേറെ കോംപ്ലിക്കേഷനുള്ളൊരു ചോദ്യമാണ്. സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ വയ്ക്കും? പോയിന്റ് വെച്ചിട്ടാണോ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, അതോ ചാർട്ടിൽ വെച്ചിട്ടാണ്, ചാർട്ടിൽ നോക്കിയിട്ടാണോ സ്റ്റോപ്പ് ലോസ്? നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ്, 30 പോയിൻ്റാണോ, 40 പോയിൻ്റാണോ, 10 പോയിൻ്റാണോ, ഇപ്പോൾ എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്? ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ പടപടാ ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ചു പോകാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ എൻട്രി കറക്റ്റാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുത് മതി. പിന്നെ ചില ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂടുതൽ വെക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടോളാം. അതായത് ഞാൻ 5 മിനിറ്റ് നിങ്ങൾക്ക് എത്ര മിനിറ്റിൻ്റെ വേണമെങ്കിൽ ടൈം ഫ്രെയിമിൻ്റെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ 5 മിനിറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഞാൻ എൻ്റെ സിറോദ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിറോദ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇത് 25 തീയതിയിലത്തെ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷനാണ്. ഇതൊരു നമ്മുടെ ഒരു പാറ്റേൺ ആയിരുന്നു, റൈസിങ് വെഡ്ജാണ്. ആ പാറ്റേൺ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഓക്കെ, ബ്രേക്ക് ഔട്ട് തന്നു. ഏതാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ? ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഇതാണ്. ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ അല്ലല്ലോ എൻട്രി ആവുന്നത്, ബ്രേക്ക് ഔട്ട് ആയി എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ എൻട്രി ആകുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഫുള്ള് വന്ന് കഴിഞ്ഞിട്ട് ഒരു ക്യാൻഡിൽ വരുമല്ലോ. ഓക്കെ, ഈ ക്യാൻഡിൽ എങ്ങോട്ടാണെന്ന് നമ്മൾ നോക്കുക. ഇവിടെ വന്ന് ടച്ച് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുക്കത്തില്ല. ഇത് ഇവിടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളിതിൽ എൻട്രി ആവും. ഓക്കെ, ക്ലോസ് ആവുന്നതിന് ഒരു 2-3 സെക്കൻഡ് മുമ്പെങ്കിലും നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് എൻട്രി ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻട്രി വരുന്നത് എവിടെയാണ്? എൻ്റെ എൻട്രി എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻട്രി വരുന്നത് ഈ ക്യാൻഡിലാണ്. ഓക്കെ, അതാണ് നമ്മുടെ എൻട്രി ക്യാൻഡിൽ. അപ്പോൾ എവിടെയാണ് ഇവിടെ ഞാൻ എൻട്രി ആയി. ഓക്കെ, അപ്പോൾ അടുത്തത് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ വയ്ക്കുന്നത് എന്താണ്? നമ്മുടെ ഇങ്ങനത്തെ ഒരു പാറ്റേണിൻ്റെ കേസിൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ ഇച്ചിരി മേളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, SL. ഓക്കെ, അടുത്ത നമ്മുടെ ടാർഗറ്റാണ്. ടാർഗറ്റ് നിന്നാണ് നമുക്ക് ഏറ്റവും തൊട്ടടുത്ത റെസിസ്റ്റൻസോ എവിടെ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് വയ്ക്കാം. അത് ഓരോരുത്തരുടെ ടാർഗറ്റ് ഹോൾഡ് ചെയ്യാൻ ഇതുപോലെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. 1:1 വേണമെങ്കിൽ ഇവിടെ വെച്ചാൽ മതി. 1:1 കിട്ടും, 1:2, 1:3, 1:4, 1:5 എത്ര വേണേലും നിങ്ങൾക്ക് ടാർഗറ്റ് വയ്ക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ പ്രീവിയസ് ഉള്ള റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, കാണുമ്പോൾ പ്രീവിയസ് ഉള്ള റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് ഇതിലൊക്കെ സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ്? അവിടെ സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ സപ്പോർട്ട് എടുത്ത സ്ഥലത്ത് ഞാനൊരു ടാർഗറ്റ് വെച്ചു. ഓക്കെ, അപ്പം എൻ്റെ ടാർഗറ്റ് എവിടെയാണ്? എൻ്റെ ടാർഗറ്റ് ഇത് ഇവിടെയാണ്. വലിയൊരു ടാർഗറ്റ് ആയിക്കോട്ടെ, ഇവിടെ. ഓക്കെ, അപ്പോൾ എൻ്റെ എൻട്രി കിട്ടി, സ്റ്റോപ്പ് ലോസ് കിട്ടി, ടാർഗറ്റ് കിട്ടി. അപ്പോൾ നമ്മളെന്താണ് ഫസ്റ്റ് നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻട്രി എടുക്കുന്ന ടൈമിൽ ഞാൻ ഫസ്റ്റ് നോക്കുക, ഞാൻ എൻട്രി എടുത്ത ടൈമിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും ഞാനിവിടെ എൻട്രി എടുക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ജസ്റ്റ് സെലക്ട് ചെയ്യണം. 42,000 P ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ആ സമയത്ത് ഇത് ഔട്ട് ഓഫ് ദ മണിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 42,000 P ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ എൻ്റെ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പോവാണ് 42,000 P. ഓക്കെ, 42,000 P അടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത എക്സ്പെരി ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പം എന്താണ്? 42,000 C ആണ് ആഡ് ചെയ്തത്. സോറി, നമ്മൾ 42,000 P. ഓക്കെ, ഇപ്പോൾ ഞാൻ 42,000 P അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര റേറ്റ് ഉണ്ട്? 1636 രൂപ. അതായത് ഇപ്പോഴത്തെ അതിൻ്റെ റേറ്റ് കേട്ടോ. നമ്മൾ നോക്കുന്ന ഗ്രാഫ് 25-ലാണ്. ഓക്കെ, 25-ലാണ്. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് ഔട്ട് അടുത്തത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഏത് സമയത്താണ് വന്നതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 അഞ്ചാമത്തെ ക്യാൻഡിൽ എൻട്രി എടുത്ത് അത് വന്നിരിക്കുന്നത് 9:35-ലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ 25-ലെ ഗ്രാഫ്, അതായത് 42,000 C ഗ്രാഫ് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുക. ഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ എന്താണ് 9:35 വന്ന ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ആയിരുന്നത്. ഓക്കെ, 9:35. ഓക്കെ, ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ആയിരുന്നത്.
അപ്പോൾ എൻട്രി ചെയ്ത പ്രൈസ് എത്രയാണ്? നമുക്കൊരു 200-നും 226-നും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എൻട്രി ചെയ്ത പൈസ ഒരു 210 കൊടുക്കാം. ഓക്കെ, എൻട്രി അറ്റ് 210. അപ്പോൾ ഇവിടെയാണ് എൻട്രി 210 എൻട്രി ആയി. ഇനി അടുത്തതാണ് മെയിൻ, അടുത്തതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ മുകളിലല്ലേ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പി എടുത്ത സ്ഥിതിക്ക് എന്താണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്രാഫിക് പോയി കഴിഞ്ഞാൽ, അതായത് 42,000 പി സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഗ്രാഫിക് പോയി കഴിഞ്ഞാൽ അപ്പോൾ എവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാൻഡിൽ? ഓക്കെ, 9.4 ക്യാൻഡിൽ ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്യാൻഡിൽ 9.20 ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്? 184. ഓക്കെ, അപ്പോൾ 184-ലാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. എൻട്രി ക്യാൻഡിൽ കണ്ടുപിടിക്കുക. എൻട്രി ക്യാൻഡിൽ 9.35 വന്നത്. ഓക്കെ, 9.35 ക്യാൻഡിൽ നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ എത്രയാണ് സ്ട്രൈക്ക് പ്രൈസ് വില? അപ്പോൾ ആ ടൈമിൽ 220. ഓക്കെ, 220 രൂപയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ക്യാൻഡിൽ ഇവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ക്യാൻഡിൽ കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ അടിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ അടിയിൽ. ഓക്കെ, മറ്റേത് ഇവിടെ പി ആയതുകൊണ്ടാട്ടോ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ. ഇത് സി ആയിരുന്നെങ്കിൽ എന്താണ്? സി ആണെന്നെങ്കിൽ എപ്പ പോലെ. അപ്പോൾ ഇത് പി ആയതുകൊണ്ട് താഴ്ത്തിട്ടല്ലേ. ഇപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മേളിലല്ലേ വരുന്നത്. അപ്പോൾ എന്താണ്? ഇതിൻ്റെ പിയുടെ അടി വരും. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ അടിയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ വരും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 180 വരും അത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ വയ്ക്കാം. അപ്പോൾ ടാർഗറ്റ് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇവിടെ വരുമെന്ന്. ഓക്കെ, ടാർഗറ്റ് നമുക്കൊരു പോയിന്റ് കൊടുക്കാം, പക്ഷേ സ്റ്റോപ്പ് ലോസ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും, എത്ര പോയിന്റ് നമുക്ക് ഇവിടെ കൊടുക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട്, നിങ്ങൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഒരിക്കലും അതിങ്ങനെ കണ്ടോ, ഈ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ബ്രേക്ക് ഔട്ട് ഹാൻഡിലിൻ്റെ തൊട്ടടുത്തായിട്ട് പോലും വന്നിട്ടില്ല. ഈ പാറ്റേൺ ബ്രേക്ക് ഔട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പവർഫുൾ ബ്രേക്ക് ഔട്ട് ആയിരിക്കും. കണ്ടോ, ഇവിടെ ആണെങ്കിൽ തന്നെ കണ്ടോ, ശ്രദ്ധിച്ചോ, ഇവിടെ ആണെങ്കിൽ തന്നെ ബ്രേക്ക് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തായിട്ടേ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഇൻ കേസ് ഒരു ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ, ഓക്കെ, ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ആവുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഓക്കെ, ആ ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഏറ്റവും അവസാന ദിവസം വെള്ളിയാഴ്ചത്തെ ഗ്രാഫാണ്, 27-ാം തീയതിയിലത്തെ. അതായത് ഇത് പെർ ഡേ ഹൈ, ഇത് പെർ ഡേ ലോയ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഏറ്റവും ടോപ്പ് പെർ ഡേ ഹൈ, ഏറ്റവും താഴെ പെർ ഡേ ലോയ്. അപ്പോൾ മാർക്കറ്റ് എന്തായി? 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഞാൻ ഇതിൻ്റെ അത് എടുത്തിരുന്നത്. എപ്പോഴും ഓർത്തോളം, നമ്മൾ ഏത് ക്യാൻഡിലാണോ ഇവിടെ കൊടുത്തിരുന്നത് 5 മിനിറ്റ് തന്നെയാണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ തന്നെ പോയിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാൻ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്രാഫിൽ ഞാൻ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇങ്ങനെ നോക്കുന്നു. ഈ ഒരു സ്ഥലത്ത് എനിക്ക് എൻട്രി കിട്ടുന്നു. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് എനിക്ക് എൻട്രി കിട്ടുന്നു. ഞാൻ എടുക്കാൻ തോന്നുന്നത് 40,400 പി ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, 40,400 പി ഇതാണ് അതിൻ്റെ മറ്റേ. അപ്പോൾ ഞാൻ 40,400 പകരം 40,400 വരെ ഞാനൊരു 40,000 എടുക്കുമെന്നെങ്കിൽ. ഓക്കെ, 40,000 ആക്കും കേട്ടോ. 40,000 പി എടുക്കും കേട്ടോ. എത്ര രൂപയാണ് നമുക്ക് ഗ്രാഫിൽ പോയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ 40,000 പി എന്താണ് ഇവിടെ ഞാൻ എൻട്രി ആയിട്ട് നമ്മൾ ഒരു പെർ ഡേ ലോയിൽ നമ്മുടെ ശരിക്കും നമ്മൾ ബ്രേക്ക് ഔട്ട് മറ്റേത് പറഞ്ഞാൽ എങ്ങനെയാണ്? ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ തൊട്ട് മേളിൽ, അതായത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് അതിന് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ മേളിൽ വയ്ക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഞാൻ വെച്ചിരുന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താണ്? ഹിറ്റായേനെ, ശരിയല്ലേ? ഇവിടെ ഞാൻ വെച്ചിരുന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും ഹിറ്റായേനെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇങ്ങനത്തെ എൻട്രീസ് വരുമ്പോൾ പെർ ഡേ ലോ, പെർ ഡേ ഹൈ അങ്ങനെയൊക്കെ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് സിങ് ഏതാണ്? ലാസ്റ്റ് സിങ്. അപ്പോൾ ഇതല്ലേ ലാസ്റ്റ് സിങ്. ഇത് വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇതാണ് സിങ്. ഓക്കെ,
അപ്പോൾ സിങ് കണ്ടുപിടിക്കുക ആദ്യം. ഏത് സിങ്, അതായത് ഏറ്റവും അവസാനം വന്ന സിങ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിങ് ഏതാണ്? ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയിലാണ് സിങ് വന്നേക്കണേ. അപ്പോൾ അങ്ങനത്തെ സിങ്ങിൽ വേണം നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സിങ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, ഇതല്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ടിൻ്റെ മേളത്തെ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് എന്നൊരു ചാൻസാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ 40,000 PE എടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ 40,000 PE എടുത്തു. നമുക്ക് 40,000 PEക്ക് ആ സമയത്ത് എന്താണ് റേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് ആഡ് ചെയ്യാം. 40,000 PE ഇപ്പോൾ 2 ഫെബ്രുവരിയുള്ള ഇൻസ്ട്രുമെൻറ്റ് ആഡ് ചെയ്തു. ഓക്കെ, 40,000 PE 370 രൂപയാണ് ഇപ്പോൾ ഉള്ളത്, 370 രൂപ. ഓക്കെ, അപ്പോൾ നമുക്കത് എൻ്റെ ചാർട്ടിലോട്ട് പോകാം. ഇപ്പോൾ എന്താണ് 27-ാം തീയതിയാണ്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാൻഡിൽ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് ഏത് സമയത്തെ ക്യാൻഡിലാണെന്ന് കണ്ടുപിടിക്കുക. എത്രയാണ്? 10:15 ക്യാൻഡിലാണ്, 10:15 ക്യാൻഡിലാണ്. അടുത്തത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിൽ വരിക. 40,000 PE, 40,000 PEയുടെ ഗ്രാഫാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നമുക്ക് 10:15 ക്യാൻഡിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് 10:15 ക്യാൻഡിൽ. ഇപ്പോൾ എത്ര റേറ്റ് ഉണ്ട്? 314 കൂട്ടാം, അല്ലെ 310 കൂട്ടാം, 310. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എത്ര രൂപയ്ക്കാണ് ഇത് മേടിക്കുന്നത്? 310 ഞാൻ എൻ്റർ ആവുകയാണ്. ഓക്കെ, 310 ഞാൻ എൻ്ററായി. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട പ്രൈസ് എത്രയായിരിക്കും? എത്രയാണ്? 4 എൻ്ററായി. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് എൻ്ററായത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്ററായി. അടുത്തത് ഞാൻ വയ്ക്കേണ്ടത് എൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ലേ, എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ വന്നിട്ട് ഏതാണ് എൻ്റെ സിങ് ഹൈ? ഇതിൻ്റെ അകത്ത് ഞാൻ സിങ് ഹൈ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പിയുടെ കേസ് ആയതുകൊണ്ട് ഇവിടെ എന്താണ് സിങ് ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ഇവിടെ എത്രയാണ്? 190. ഓക്കെ, 190 അല്ലെങ്കിൽ 200 വയ്ക്കുക. 200 190 ഇതിൻ്റെ തൊട്ടടിയിൽ വയ്ക്കുകയായിരിക്കും നല്ലത്. ഒരു 180 വയ്ക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 310 എൻട്രി എടുത്തു. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് എവിടെയാണ്? ഇവിടെ, അതായത് 310 എൻട്രി എടുത്തു. 180. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 180 ഇവിടെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, 180. അപ്പോൾ ഇവിടെ എന്താണ് എൻ്റെ SL വരുന്നത്? 180. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SL എത്ര പോയിൻറ്റ് മേളിലാണ് നോക്ക്. SL നല്ല മേളിൽ വരും. അപ്പോൾ ഈ ഇതുപോലത്തെ എൻട്രീസ് നമുക്കധികം റിസ്ക് എടുക്കാതെ ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ ഇറങ്ങി പോരാ, അതായിരിക്കും നല്ലത്. അപ്പോൾ എന്നിട്ട് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒരു റീ എൻട്രി എടുത്താൽ മതി. ഈ ക്യാൻഡിലിൽ ജസ്റ്റ് ഒരു റീ എൻട്രി എടുത്താൽ മതി. ഓക്കെ, ഈ ക്യാൻഡിലൊന്ന് റീ എൻട്രി എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് റീ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നോക്കിയിട്ട് അങ്ങനെ 2 പ്രാവശ്യമെങ്കിലും റീ എൻട്രി എടുക്കാതെ, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസ്. അതായത് ചുമ്മാ 10 പോയിൻ്റ് 20 പോയിൻ്റ് കൊടുക്കരുത്. ചാർട്ടിൽ പോയിട്ട് അത് ഡ്രോ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ പെർ ഡേ ലോ അങ്ങനത്തെ പിവോട്ടൊക്കെ അങ്ങനത്തെ റെസിസ്റ്റൻസ് ആണെങ്കിൽ സിംഗ് ലോയിലോ സിംഗ് ഹൈയിലോ, അതായത് സിയുടെ കേസാണെങ്കിൽ എന്താണ് സിംഗ് ലോയിൽ കൊടുക്കുക. സിംഗ് ലോയിൽ നമ്മുടെ എൻട്രി കൊടുക്കുക. പിയുടെ കേസാണെങ്കിൽ ഇപ്പോൾ കണ്ട പോലെ തന്നെ ഇവിടെ വന്നില്ലേ സിംഗ്, അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സിംഗ് വന്നിട്ട് ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നിങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2-3 അടുത്ത് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ഗ്രാഫ് 15 മിനിറ്റ് മാറ്റി. ഓക്കെ, അതെ ഈ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് പോകാം. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ പാറ്റേൺ ബ്രേക്ക് ഔട്ടാണ്. ഞാൻ എന്താണ് എൻ്റെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഇതാണ്. എൻ്റെ എൻട്രി ക്യാൻഡിൽ ഏതാണ്? ഈ പച്ച ക്യാൻഡിൽ ഹാമർ പോലെ ഇരിക്കുന്ന ഈ പച്ച ക്യാൻഡിലാണ് എൻ്റെ എൻട്രി വന്നേക്കുന്നത്. ഓക്കെ, ഇതെൻ്റെ എൻട്രി ക്യാൻഡിൽ. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ടാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, പക്കായിട്ട് നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ
പെർ ഡേ ലോ ഹൈ ഒക്കെ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് ഇച്ചിരി സ്റ്റോപ്പ് ലോസിന് ഇച്ചിരി വിഷയം വരും. അപ്പോൾ അത് കണ്ടറിഞ്ഞെടുക്കണം. സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂടുതൽ വെക്കേണ്ടി വരും. ചുമ്മാ 10 പോയിൻ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോകും. ഇവിടെ തന്നെയാണെങ്കിൽ ചുമ്മാ 10 പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോകും. അപ്പോൾ എന്താണ് ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന് തൊട്ട് മേളിലാണ് എപ്പോഴും വയ്ക്കാത്തുള്ളൂ. അപ്പോൾ ഞാൻ 2-3 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്ക്. ഇവിടെ എന്താണ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ? ഇത് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ. നമ്മൾ ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ അതിൻ്റെ തൊട്ട് പുറത്തെ ക്യാൻഡിലിൻ്റെ അടിയിൽ ഇവിടെയാണ് നമ്മുടെ എന്താണ് വരുന്നത്, SL വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നേരെ മേളിലോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ബ്രേക്ക് ഔട്ട്സ് ഉണ്ട്. അതെ, നമ്മളൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നൊരു ബ്രേക്ക് ഔട്ട് വന്നു. അടുത്തപ്പോൾ നമ്മൾ എവിടെയാണ് എൻട്രി വരേണ്ടത്? കണ്ടോ, ഈ റെഡ് വരച്ചേക്കുന്നതാണ് നമ്മുടെ SL. ഈ ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഭാഗ്യമുള്ളവർ, ചിലരുടെ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളൊരു 10 പോയിന്റ് വെച്ചാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അത് ചെറിയ ഒരു ലക്കുള്ളതുകൊണ്ട് എങ്ങാണ്ട് വന്നതാണ്. എപ്പോഴും അങ്ങനെ വരുന്നതില്ല. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ചാർട്ടിൽ നോക്കുക, നമ്മുടെ എല്ലാ പാറ്റേൺ ബ്രേക്ക് ഔട്ട്സും നോക്കുക. പാറ്റേൺ ബ്രേക്ക് ഔട്ട്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങളൊരു അനുമാനത്തിലെത്തുക എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന്. ഓക്കെ, ഇതിനു മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം വന്ന് നിങ്ങളൊന്ന് ട്രേഡ് ചെയ്ത് നോക്കുക. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിക്കാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. പല യൂട്യൂബേഴ്സും ഇങ്ങനത്തെ ട്രിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ട്രിക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാതിരിക്കാൻ ഏറ്റവും നല്ല വിദ്യ ഇത് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. ബൈ.